ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ചെൽസിയെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രീമിയർ ലീഗ് കിരീടം ചെൽസി നേടുമോ എന്നതായിരുന്നില്ല ചോദ്യം. ചെൽസി എങ്ങനെ പെർഫോം ചെയ്യും, കഴിഞ്ഞ 1-2 വർഷങ്ങളിലായി ചെൽസി നേരിട്ട സ്ട്രഗിൾ വീണ്ടും തുടരുമോ, അത് തന്നെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് തോമസ് ടുക്കൽ പോയതിനു ശേഷം ചെൽസിയുടെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം. ഗ്രഹാം പോട്ടർ വന്നു, ഒന്നും നേടാൻ സാധിച്ചില്ല. അതിനുശേഷം പിന്നെ കുറച്ചു കാലം ലംബാർഡിന് ചുമതല നൽകി, സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടായില്ല. പിന്നെ ഏറ്റവും ഒടുവിൽ വലിയ പ്രതീക്ഷയോടെ പൊച്ചട്ടീനോ വന്നു. പക്ഷെ പൊച്ചട്ടീനോയ്ക്കും ടീമിനെ ഒന്നും, അതായത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പൊ ആ ഒരു നിരാശയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു കോച്ച് വരുന്നു. ഈ കോച്ചാണെങ്കിൽ ഈ പറയുന്ന മുമ്പ് ചെൽസിയെ പരിശീലിപ്പിച്ച കോച്ചുമാരുടെ പ്രൊഫൈൽ പോലും ഇല്ല. കാരണം അദ്ദേഹം ഇതുവരെ പ്രീമിയർ ലീഗിൽ ഒരു ക്ലബിനെ പരിശീലിപ്പിച്ചിട്ടില്ല, ഒരു വമ്പൻ ക്ലബിനെ പരിശീലിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ചാമ്പ്യൻഷിപ്പിൽ നിന്ന്, ഇംഗ്ലീഷ് സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ നിന്നാണ് വരുന്നത്. ലെസ്റ്ററിനെ വീണ്ടും പ്രീമിയർ ലീഗിൽ എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേട്ടം. അതിന് മുന്നോടിയായിട്ടാണെങ്കിലും അദ്ദേഹം മാൻ സിറ്റിയുടെ സഹപരിശീലകൻ, അതിന് മുന്നോടിയായിട്ടാണെങ്കിൽ പാർമ, അന്ന് സീരി ബിയിലായിരുന്നു, ഇറ്റാലിയൻ 2ാം ഡിവിഷൻ ലീഗിലായിരുന്നു പാർമ. അപ്പൊ പാർമയെ പരിശീലിപ്പിച്ചു. പക്ഷെ അതും അദ്ദേഹത്തിന് അത്ര സക്സസ്ഫുൾ ആയുള്ള ഒരു റെക്കോർഡ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? കാരണം ചെൽസി പോലത്തെ ഒരു ടീമിനെ, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രൊഫൈലുള്ള ഒരു ടീമിനെ പഴയ ഒരു പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എൻസോ മറസ്കയ്ക്ക് സാധിക്കില്ല എന്നായിരുന്നു വിധി എഴുതിയിരുന്നത് പണ്ഡിറ്റുകളെല്ലാം, ഫുട്ബോൾ പണ്ഡിറ്റുകളെല്ലാം. എന്തായാലും അതെല്ലാം മറികടക്കുന്ന രീതിയിൽ, എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ആസ് എ കോച്ച് എന്നുള്ള രീതിയിൽ എൻസോ മറസ്ക ഇതുവരെ പുറത്തെടുത്തിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ ഈ ടീമിനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മുൻനിര ടീമാക്കി തിരികെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ഒരു സിസ്റ്റം കൊണ്ടുവന്നു, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നു, ഒരു സ്റ്റൈൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ച് താരങ്ങൾക്ക് കളിക്കാൻ പറ്റി. കാരണം അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റിയതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ പോയിന്റ് ടേബിളിൽ പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അത് ചെറിയൊരു കാര്യമല്ല. വമ്പന്മാരെ എല്ലാം മറികടന്ന് നിലവിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലിവർപൂളുമായി വെറും 4 പോയിന്റ് വ്യത്യാസം മാത്രമാണ് നിലവിൽ ചെൽസിക്കുള്ളത്. അപ്പൊ ചെൽസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻസോ മറസ്ക ഏറ്റവും പ്രധാനമായുള്ള ഒരു തീരുമാനം എടുത്തത് ഈ സ്ക്വാഡിനെ ഒന്ന് ട്രിം ചെയ്തു എന്നുള്ളതാണ്. ഒരു 40-45 താരങ്ങൾ അടങ്ങിയ ഒരു വമ്പൻ സ്ക്വാഡായിരുന്നു, ഒരു ഭീമൻ സ്ക്വാഡായിരുന്നു ചെൽസിയുടേത്. അതിൽ നിന്ന് അദ്ദേഹം കറക്റ്റായിട്ട് ഒരു 20-22 പേരടങ്ങുന്ന ഒരു നല്ലൊരു ടീമിനെ, അതായത് പൊട്ടൻഷ്യലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന, എല്ലാ അർത്ഥത്തിലും പൊട്ടൻഷ്യലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടീമിനെ അദ്ദേഹം വാർത്തെടുത്തു എന്നുള്ളതാണ്. അതിൽ പല ധീരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. ഇപ്പം സ്റ്റെർലിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ഫോക്കസ് എന്താണ്, ഈ ടീമിനെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് മറസ്കയുടെ ലക്ഷ്യം. അത് അദ്ദേഹം കറക്റ്റായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു. അതിനുള്ള സപ്പോർട്ട് മാനേജ്മെന്റ് കൊടുത്തു. അതിന്റെ റിസൾട്ട് തന്നെയാണ് ഈ 6 മാസത്തിനുള്ളിൽ ചെൽസി ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ടീമിൽ വന്നൊരു ചേഞ്ച് തന്നെയാണ് നോക്കേണ്ടത്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആയിട്ട് തോന്നിയത്, ഇപ്പൊ കഴിഞ്ഞ സീസണിൽ പൊച്ചട്ടീനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും ഫൈനൽ തേർഡിൽ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു ചെൽസിയെ സംബന്ധിച്ച്. കാരണം ഗോളുകൾ നേടാൻ പറ്റുന്നില്ല. നന്നായി കളിച്ചിട്ടും പലപ്പോഴും ഗോളുകൾ വേണ്ടത്ര രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യസമയത്ത് ഗോളുകൾ നേടാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഇത്തവണ എൻസോ മറസ്ക അത് കറക്റ്റായിട്ട് തന്നെ ഒരു പരിധി വരെ ക്ലിയർ ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നിലവിൽ ഇപ്പൊ 35 ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ മാത്രം ചെൽസി നേടിയിരിക്കുന്നത്. ടോട്ടലി ഈ സീസണിൽ 23 മത്സരങ്ങളിൽ നിന്ന് 60 ഗോളുകൾ ചെൽസി നേടിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതും എത്രത്തോളം ഡിഫറെന്റ് ആയുള്ള സ്കോറേഴ്സ് ആണെന്നുള്ളതാണ്. ഇപ്പം എങ്കുങ്കു സ്കോർ ചെയ്യുന്നു, പിന്നെ നിക്ലസ് ജാക്സൺ സ്കോർ ചെയ്യുന്നു, കോൾ പാമർ സ്കോർ ചെയ്യുന്നു, എൻസോ ഫെർണാണ്ടസ് സ്കോർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയുള്ള സ്കോറേഴ്സ് ചെൽസിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എൻസോ ഫെർണാണ്ടസിന്റെ ഒക്കെ ഒരു മാറ്റം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഫെർണാണ്ടസ് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലേ മേക്കറുടെ റോൾ ഏറ്റെടുക്കുന്നു, അതുകൂടാതെ തന്നെ ഗോളുകൾ നേടുന്നു, അസിസ്റ്റുകൾ നൽകുന്നു, പിന്നെ ഒരു ടോട്ടലായിട്ട് കമാൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് എൻസോ ഫെർണാണ്ടസ് ഒക്കെ മാറിയിരിക്കുന്നു. പലപ്പോഴും വിമർശനങ്ങൾ നേരിട്ട പ്ലെയേഴ്സാണ് എൻസോ ഫെർണാണ്ടസും കൈസദോയും ഒക്കെ. അവരുടെ പ്രതിഭയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്രകടനം അവർ ചെൽസിയിൽ പുറത്തെടുക്കുന്നില്ല എന്നുള്ളത്, അത് മാറ്റം വലിയ രീതിയിൽ കൊണ്ടുവരാൻ എൻസോ മറസ്കയ്ക്ക് സാധിച്ചു. കൈസഡോ ആണെങ്കിലും എന്തൊക്കെ റോളുകളാണ് ചെയ്യുന്നത്, ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ ചെയ്യുന്നു, ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ റൈറ്റ് ബാക്കിന്റെ റോൾ ചെയ്യുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം നന്നായിട്ട് ചെയ്യാൻ കൈസഡോയ്ക്കൊക്കെ സാധിക്കുന്നു. പിന്നെ നിക്ലസ് ജാക്സനെ പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ ഗോളുകൾ കണ്ടെത്തുന്നു. അദ്ദേഹം ഇപ്പം 14 മത്സരങ്ങൾ, 14 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ 8 ഗോളും 4 അസിസ്റ്റുകളും നൽകിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ താരങ്ങളിലും ഇംപ്രൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കോൾ പാമർ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല, ചെൽസിയുടെ എഞ്ചിൻ തന്നെയാണ്. കോൾ പാമറുടെ കൺസിസ്റ്റന്റ് ആയുള്ള പെർഫോമൻസ് തന്നെയാണ് ചെൽസിയുടെ ഒരു മുന്നേറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം പാമറിനെ പോലുള്ള യങ് പ്ലേയേഴ്സിലേക്ക് കോൺഫിഡൻസ് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന്, കോച്ച് മറസ്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ചെൽസി നിരയിൽ ജേഡൻ സാൻചോ നടത്തുന്ന ഒരു പ്രകടനം, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എത്ര മനോഹരമായ രീതിയിലാണ് സാൻചോ ഇപ്പം ചെൽസിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡിൽ നിന്ന് ലോണിലെത്തിയതിനു ശേഷം നേർ വിപരീതമായുള്ള രീതിയിലാണ് സാൻചോയുടെ പെർഫോമൻസ്. വളരെ കോൺഫിഡൻസോടെ കളിക്കുന്ന ഒരു സാൻചോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോളുകൾ നേടുന്നു, അസിസ്റ്റുകൾ നൽകുന്നു, ടീമിന്റെ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവയ്ക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 പ്രീമിയർ ലീഗ് മത്സരങ്ങളും സാൻചോ സ്കോർ ചെയ്തിരുന്നു. അപ്പം എൻസോ മറസ്കയുടെ ഒരു ടോട്ടൽ ഒരു ചേഞ്ച് ഇതൊക്കെ
ഇതൊക്കെ തന്നെയാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്നൊരു ചേഞ്ചും ഇതൊക്കെ തന്നെയാണ്. കാരണം പൊട്ടൻഷ്യലുള്ള പ്ലെയേഴ്സിന് വളരാനുള്ള ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തരുന്നുണ്ട്. അതൊരുപക്ഷെ അദ്ദേഹം ഒരു യൂത്ത് സൈഡിനെയൊക്കെ മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ യൂത്ത് സൈഡിനെ, റിസർവ് സൈഡിനെയൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ആയിരിക്കാം. പിന്നെ താരതമ്യേന ഒരു യങ് കോച്ച് തന്നെയാണ്, വെറും 44 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ എൻസോ മറസ്കയ്ക്ക്. അപ്പൊ ഇതെല്ലാം ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഡിഫൻസ് ആണ് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് ഗോളി സാഞ്ചസ് ഒരു ഇൻകൺസിസ്റ്റന്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ വരും എന്നുള്ളത്. പിന്നെ ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു സെന്റർ ബാക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമാൻഡിങ്, അതായത് ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടെ ചേഞ്ച് ഡിഫൻസിൽ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ഈ യങ് നിരയെ ഒന്നും കൂടെ ഒന്ന് ഓറിയന്റേഷനിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു സെന്റർ ബാക്കും ഒരു മികച്ച ഒരു കൺസിസ്റ്റന്റായി പെർഫോം ചെയ്ത ഒരു ഗോൾ കീപ്പറൊക്കെ വരികയാണെങ്കിൽ ചെൽസിക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിലെ ഒരു ടീമാണ് ഈ ടീം, ഒരു സംശയമില്ല. ഈ സീസണിൽ എത്രത്തോളം മുന്നോട്ട് വരുമോ അതെല്ലാം ചെൽസിക്ക് ഒരു ബോണസ് ആണ്. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം നിലവിലെ കോച്ച് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഒരു ലോ പ്രൊഫൈൽ ആയുള്ള കോച്ചാണ്, ഒരിക്കലും അദ്ദേഹം ഓവർ എക്സൈറ്റഡ് അല്ല. അപ്പൊ അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇത്തവണ ടൈറ്റിൽ കണ്ടന്റേഴ്സ് ഒന്നും അല്ല, ഞങ്ങളുടെ ലക്ഷ്യം അതൊന്നും അല്ല, ഈ ടീമിനെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പൊ വീണ്ടും ഏറ്റവും ഒടുവിൽ ഇപ്പം ടോട്ടൻഹാമിനെതിരെയുള്ള ആ ഒരു വിജയം, ഒരു തിരിച്ചുവരവ്, അതായത് 2 ഗോളുകൾക്ക് പിന്നിൽ നിന്നതിന് ശേഷം പിന്നീട് 4 ഗോളുകൾ തിരിച്ചടിച്ച് 4-3 വിജയിച്ച ആ ഒരു മത്സരം, ഒരു എവേ മത്സരത്തിലാണ് ആ വിജയം നേടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ടൈറ്റിൽ കണ്ടന്റേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, ഞങ്ങൾ ആ രീതിയിൽ മൈൻഡ് പ്രിപ്പയർ ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും ഈ മീഡിയയുടെ പ്രഷറോ അല്ലെങ്കിൽ എക്സ്ട്രാ പ്രഷറോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന് മുന്നിൽ എൻസോ മറസ്ക എന്ന് പറയുന്ന കോച്ചിന് മുന്നിൽ, 44-കാരനായ കോച്ചിന് മുന്നിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെൽസിയുടെ ഈ ഒരു മാറ്റം ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ ഒരു പെർഫോമൻസ് അവർക്ക് തിരിച്ച് ഇനിയും ആ രീതിയിൽ തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.